ഭോപ്പാലിലെ ശാന്തമായൊരു പ്രദേശത്ത് കാണാതായ അഖൂങ്ക എന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് പോലീസ് എത്തുന്നു. അവർ ഒരു വീടിന്റെ വാതിൽ മുട്ടി. ഉധാൻദാസ് എന്നൊരു ചെറുപ്പക്കാരൻ വാതിൽ തുറക്കുന്നു. പെൺകുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എവിടെയോ പോയി എന്നായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. എന്നാൽ പോലീസ് അകത്തേക്ക് കടക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു കാഴ്ച കണ്ടു. ചിതറിക്കിടക്കുന്ന പാത്രങ്ങൾ, സിഗരറ്റ് ചാരം, ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ. മുറിയുടെ മധ്യഭാഗത്ത് വളരെ വിചിത്രമായ രീതിയിൽ സിമന്റ് കൊണ്ടുള്ളൊരു ഘടനയുണ്ടായിരുന്നു. ഉധാന്ത് പറഞ്ഞത് അത് താൻ പ്രാർത്ഥിക്കുന്ന സ്ഥലം എന്നാണ്. പക്ഷേ പോലീസിന് വീണ്ടും എന്തൊക്കെയോ സംശയങ്ങൾ വന്നു. കാണാതായ ഒരാളുടെ കേസായി തുടങ്ങിയത് പിന്നീട് ആരും പ്രതീക്ഷിക്കാത്ത അവസാനത്തിലേക്കാണ് എത്തിയത്. ഒരു കൊലപാതക കേസ് അന്വേഷിച്ചപ്പോൾ ഒന്നിലധികം കൊലപാതകങ്ങൾ വെളിച്ചത്തിലേക്ക് വന്ന ഒരു കഥയാണിത്. ഒരു ക്രൈം ത്രില്ലർ സിനിമയാക്കാൻ കഴിയുന്നത്ര ഭയാനകമായ ഒരു സംഭവം. വയസ്സുള്ള അഖാങ്ക ശർമ്മ പശ്ചിമ ബംഗാളിലെ ഒരു ഇടത്തരം കുടുംബത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇന്ത്യക്ക് പുറത്ത് ജോലി അന്വേഷിക്കുകയായിരുന്നു അവൾ. 2016 ജൂണിൽ ന്യൂയോർക്കിൽ ജോലി ലഭിച്ചുവെന്ന് കാണിക്കുന്ന ഒരു കത്തുമായിട്ടാണ് അവൾ വീട്ടിലെത്തിയത്. ആ കത്ത് കണ്ടതും അഖാങ്കയുടെ കുടുംബം ഒരുപാട് സന്തോഷിച്ചു. ന്യൂയോർക്കിലേക്കുള്ള യാത്രയ്ക്കായി അവർ പെട്ടെന്ന് എല്ലാം ഒരുക്കാൻ തുടങ്ങി. വിദേശത്തേക്ക് പോകണമെങ്കിൽ വിസ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കണം. അതിന് പശ്ചിമ ബംഗാളിൽ നിന്നും ആദ്യം ഡൽഹിയിലേക്ക് പോകണം. അങ്ങനെ 2016 ജൂൺ മാസം 22-ന് ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കായി അവളുടെ അച്ഛൻ അവളെ ദുർഗാപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി. എന്നാൽ ദുർഗാപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറിയ അഖാങ്ക ന്യൂഡൽഹിയിലേക്കല്ല പോയത്, അത് ഭോപ്പാലിലേക്കായിരുന്നു പോയത്. തെറ്റായ ട്രെയിനിൽ അവൾ കയറിയോ എന്ന് നിങ്ങൾ കരുതിയാൽ ഇല്ല, അങ്ങനെയല്ല സംഭവിച്ചത്. ന്യൂയോർക്കിലേക്ക് പോകാൻ അഖാങ്ക പദ്ധതി ഇട്ടിരുന്നില്ല. ഭോപ്പാലിലേക്ക് പോകണം എന്നുള്ളത് തന്നെയായിരുന്നു അവളുടെ യഥാർത്ഥ പദ്ധതി. അഖാങ്ക എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നില്ല അല്ലേ? ഇതറിയണമെന്നുണ്ടെങ്കിൽ ഉധാൻദാസിനെ കുറിച്ച് അറിയണം. ഉധാന്ത് 1984 ജനിച്ചു. അവന്റെ പിതാവിന് സർക്കാർ ജോലി ഉണ്ടായിരുന്നതിനാൽ കുട്ടിക്കാലത്ത് ഈ ഭോപ്പാൽ, റായൂർ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് അവർ വീട് മാറിക്കൊണ്ടിരുന്നു. ഉധാൻദാസ് നല്ല വിദ്യാഭ്യാസമുള്ള നല്ലൊരു ആൺകുട്ടി തന്നെയായിരുന്നു. അവന്റെ പിതാവ് വീരേന്ദ്ര കുമാർ ദാസ് BHLൽ ഫോർമാനായി ജോലി ചെയ്തിരുന്നു. അമ്മ ഇന്ദ്രാണി ദാസ് ഭോപ്പാലിൽ ഡാറ്റ അനലിസ്റ്റായി ജോലി ചെയ്തു. ഇരുവർക്കും സ്ഥിര ജോലി ഉണ്ടായിരുന്നു. അതിനാൽ ആ കാലഘട്ടത്തിൽ തന്നെ ആ കുടുംബം വളരെ സുഖകരമായ ജീവിതം നയിച്ചിരുന്നു. ഉധാൻദാസ് അവരുടെ ഏക മകനായിരുന്നു. അതിനാൽ വീട്ടിലെ മുഴുവൻ ശ്രദ്ധയും അവനിലായിരുന്നു. എന്നാൽ ഈ ശ്രദ്ധ സ്നേഹത്താൽ നിറഞ്ഞതല്ല, അത് കൂടുതൽ നിയന്ത്രണങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അവന്റെ അമ്മ ഇന്ദ്രാണിയിൽ നിന്നാണ് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായത്. ആളുകൾ പറയുന്നത് അവൾ വളരെ കർക്കശക്കാരിയാണ്, അധികാരപ്രിയായിരുന്നുവെന്നാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഉദാന്തിന് വളരെ ഏകാന്തമായൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നത്. അവൻ അടുത്ത സുഹൃത്തുക്കളൊന്നും ഇല്ലായിരുന്നു. അവന്റെ നിശബ്ദതയും ലജ്ജാശീലവും കാരണം അവൻ വീടിന് പുറത്ത് ഇറങ്ങാറേയില്ല, ആരോടും സംസാരിക്കാറേയില്ല. അപൂർവമായി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. ഉധാൻദാസ് മാത്രമല്ല, അവന്റെ മാതാപിതാക്കൾ പോലും അയൽക്കാരോട് വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അവരെല്ലാം വളരെ സ്വകാര്യമായൊരു ജീവിതം നയിച്ചു. ഈ ചെറിയ കാര്യങ്ങൾ പോലും പിന്നീട് കേസിന് വലിയ രീതിയിൽ സഹായിച്ചു. അവന്റെ ഏകാന്തമായ ബാല്യം, ശാന്ത സ്വഭാവം, ഇതെല്ലാം കാരണം ഉധാൻദാസ് സ്കൂളിൽ പലപ്പോഴും ഭീഷണികൾക്ക് ഇരയാക്കപ്പെട്ടു. അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ. ഒറ്റപ്പെട്ട ചിന്തകളിൽ മുഴുകിയ അവൻ താൻ ഒറ്റയ്ക്കല്ലാത്ത ഒരു സാങ്കല്പിക ലോകം സൃഷ്ടിക്കാൻ തുടങ്ങി. ഈ ഒരു ഫാന്റസി പതിയെ പതിയെ അവന്റെ ഒരു രക്ഷപ്പെടലായി മാറി. പിന്നീട് അത് യാഥാർത്ഥ്യമെന്ന് തന്നെ അവൻ വിശ്വസിക്കാൻ തുടങ്ങി. കാലം കടന്നുപോയപ്പോൾ അവൻ മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ അകന്നു. സ്കൂളിൽ നന്നായി പഠിച്ചെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലെ 1ാം വർഷത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം മാറി. അവൻ മോശം കൂട്ടുകെട്ടിൽ അകപ്പെട്ടു. ദോഷകരമായ ശീലങ്ങൾ വളർത്തി. അവന്റെ ഗ്രേഡുകൾ കുറഞ്ഞു. വീട്ടിൽ നിരന്തരം ശകാരങ്ങൾ നേരിടേണ്ടി വന്നു. അതൊരു പരാജയമാണെന്ന് അവന് തന്നെ തോന്നി. സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ കഴിയാതെ ഉധാൻദാസ് ഉടൻ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. ഇതവന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഇതിനുശേഷം ഉധാൻദാസ് 2 ജീവിതം നയിക്കാൻ തുടങ്ങി. യഥാർത്ഥ ജീവിതത്തിൽ മാതാപിതാക്കളോടൊപ്പം വീട്ടിൽ താമസിക്കുന്ന ഒരു ജോലിയില്ലാത്ത ചെറുപ്പക്കാരൻ. എന്നാൽ ഓൺലൈനിൽ വ്യത്യസ്തമായ ഒരു ഇമേജ് സൃഷ്ടിച്ചു, ഒരു വ്യാജ ജീവിതം. അവിടെ അവൻ വളരെ വിജയകരമായ, ലോകമെമ്പാടും ചുറ്റിക്കറങ്ങി ആവേശകരമായ ജീവിതം നയിക്കുന്ന ഒരു പ്രൊഫഷണൽ. ഉധാൻദാസ്
സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു വ്യാജ ലോകം സൃഷ്ടിച്ചു. തന്റെ പ്രൊഫൈലുകളിൽ US സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു ഓഫീസറായി സ്വയം കാണിച്ചു. PhD ചെയ്യുന്നതായി അവകാശപ്പെട്ടു. ലോകമെമ്പാടും സഞ്ചരിക്കുകയാണ് എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ പലപ്പോഴും വിവിധ നഗരങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ചിത്രങ്ങളെടുത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 2015 അവന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് പാരീസിൽ വെച്ച് എന്റെ ലംബോർഗിനിയുടെ ഡെലിവറി എടുക്കുന്നുവെന്നാണ്. ഇതിനൊക്കെ ഒരുപാട് ലൈക്സും കമന്റ്സും വരികയും ചെയ്തു. എന്നാൽ ഞെട്ടിക്കുന്നൊരു കാര്യം ഇതാണ്, ഉഥാൻ ദാസ് വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്. ഈ കെട്ടിച്ചമച്ച നുണകൾ ഈ മനസ്സിൽ തന്നെ വച്ച് ജീവിക്കാൻ തുടങ്ങി. ആ നുണകളിൽ അവൻ ശക്തമായി വിശ്വസിച്ചതിനാൽ അത് അവൻ്റെ ചിന്താഗതിയെയും പ്രവർത്തന രീതിയെയും മാറ്റാൻ തുടങ്ങി. അവൻ്റെ മനസ്സിലും വ്യക്തിത്വത്തിലും ഗുരുതരമായ സ്വാധീനം ചെലുത്തി. ഇത്തരം വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലും ഒരു പെൺകുട്ടി ഉഥാന്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 28 വയസ്സുള്ള അഖാങ്ക ശർമ്മ. ഉഥാൻ ദാസും അഖാങ്കയും ഇന്റർനെറ്റിലാണ് കണ്ടുമുട്ടിയത്. വാർത്താ റിപ്പോർട്ടുകൾ പ്രകാരം അവർ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അക്കാലത്ത് വളരെ ജനപ്രിയ സോഷ്യൽ സൈറ്റായിരുന്ന ഓർക്കുട്ടിലോ സംസാരിക്കാൻ തുടങ്ങി. ഉഥാന്ത് പെട്ടെന്ന് അഖാങ്കയിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവൻ തന്റെ വ്യാജ ഇരട്ട ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. US ജോലി ചെയ്യുന്ന ഒരു NRI നോൺ റെസിഡന്റ് ഇന്ത്യക്കാരനാണ് ഉഥാന്ത് എന്ന് അഖാങ്കയോട് അവൻ കള്ളം പറഞ്ഞു. ഈ നുണ തുടരാൻ അവൻ വ്യാജ കഥകളുടെ ഒരു വലിയ ശൃംഖല തന്നെ നിർമ്മിച്ചു. US ഒരു ഫ്ലാറ്റ് പോലെ തോന്നിപ്പിക്കാൻ അയാൾ തൻ്റെ മുറിയുടെ രൂപം പോലും മാറ്റി. അതിനാൽ ഈ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ അയാൾ ശരിക്കും US തോന്നിപ്പോകും. ഇവന്റെ ഈ കൃത്രിമ ലോകത്തിലേക്ക് അഖാങ്കയെ അവൻ പൂർണ്ണമായും വലിച്ചിഴച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളും അവനെ വിശ്വസിക്കാൻ തുടങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഉഥാൻ ദാസ് നുണ പറയുന്നത് വളരെ സാധാരണമായി തീർന്നതിനാൽ ഓരോ ചെറിയ കാര്യവും എല്ലാ കൃത്രിമ കഥയും ഒരു സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ചതുപോലെ തന്നെ തോന്നി. ഉഥാൻ ദാസ് അഖാങ്കയെ തൻ്റെ ഇരട്ട ജീവിതത്തിൻ്റെ ഒരു വ്യാജ ലോകത്തിൽ സമർത്ഥമായി കുടുക്കുകയായിരുന്നു. യുണിസെഫ് അല്ലെങ്കിൽ യുനെസ്കോ പോലുള്ള പ്രശസ്തമായ അന്താരാഷ്ട്ര ഗ്രൂപ്പിൽ ജോലി നേടിത്തരാമെന്നുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ പോലും അവൻ അവളോട് പറഞ്ഞു. വലിയൊരു ചുവടുവയ്പ് നടത്താനുള്ള അവസാന കാരണം അതായിരുന്നു. അങ്ങനെ അഖാങ്ക തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു താൻ ഉഥാൻ ദാസിനോടൊപ്പം താമസിക്കാൻ പോവുകയാണ്. വളരെ വേഗം ഇരുവരും ന്യൂയോർക്കിലേക്ക് താമസം മാറുമെന്നും. എന്നാൽ ഈ ഒരു തീരുമാനം തൻ്റെ ജീവിതത്തെ വളരെ ഗുരുതരമായ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് അഖാങ്കയ്ക്ക് അറിയില്ലായിരുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം ഒരു പെൺകുട്ടിക്ക് ഇത്രയേറെ നിരപരാധിയാകാൻ നിഷ്കളങ്കയാകാനൊക്കെ കഴിയുമോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ സത്യം ഇവിടെ നിഷ്കളങ്കതയെക്കുറിച്ചല്ല. നുണ പറയുന്നതിൽ ഉഥാന്ത് അത്രത്തോളം സമർത്ഥനായിരുന്നു. ആളുകളെ വഞ്ചിക്കുന്നതിൽ അവൻ മിടുക്കനായിരുന്നു. പോരാത്തതിന് അവൻ അഖാങ്കയുടെ വീട്ടിലേക്ക് തന്നെ വന്നു. അവളുടെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിച്ചു. അവരോട് വളരെ ദയയോടുകൂടി സംസാരിച്ചു. ഒരു നല്ല ബഹുമാന്യനായ മനുഷ്യനെ പോലെ അവൻ സംസാരിച്ചു. അവരുടെ വിശ്വാസം നേടാൻ അവൻ അവരോടൊപ്പം മതിയായ സമയം ചിലവഴിച്ചു. അവർ അവനെ പൂർണ്ണമായും വിശ്വസിച്ചു. പക്ഷേ പഴയ ചൊല്ലൊക്കെ പോലെ നുണകൾ എന്നേക്കുമായി മറച്ചുവെക്കാൻ കഴിയില്ലല്ലോ. ഉഥാന്തുമൊത്ത് ജീവിക്കാൻ തുടങ്ങിയ ഉടൻ തന്നെ എന്തോ ശരിയല്ല എന്ന് അവൾക്ക് തോന്നി തുടങ്ങി. പതിയെ പതിയെ അവന്റെ ഈ കഥകൾ പൊരുത്തപ്പെടുന്നില്ലല്ലോ എന്ന് അവൾ മനസ്സിലാക്കി. ചെറിയ തെറ്റുകളും ചെറിയ നുണകളും അവൾ കണ്ടെത്താൻ തുടങ്ങി. ക്രമേണ സത്യം പുറത്തു വന്നു. അവന്റെ ജീവിതത്തിലെ എല്ലാം വ്യാജമാണെന്ന് അവൾ കണ്ടെത്തി. ആ സമയം അഖാങ്കയുടെ ഹൃദയം തന്നെ തകർന്നുപോയി. ഉഥാന്ത് അവൾക്ക് കാണിച്ചു കൊടുത്ത വലിയ വലിയ സ്വപ്നങ്ങളെല്ലാം പെട്ടെന്ന് തകർന്നു. സത്യത്തിൽ അവൾ ഞെട്ടിപ്പോയി. വല്ലാത്ത ദേഷ്യം വന്നു. സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയുമെന്ന് അവൾ അവനെ ഭീഷണിപ്പെടുത്തി. ഇത് ഉഥാന്തിന് വല്ലാത്ത ദേഷ്യത്തിന് കാരണമായി. കാരണം അവൻ ഈ വ്യാജ ജീവിതം കെട്ടിപ്പടുത്തുന്നതിനും എല്ലാവരോടും കള്ളം പറയുന്നതിനും എല്ലാം യാഥാർത്ഥ്യമാക്കി കാണിക്കുന്നതിനും അവൻ ഒരുപാട് പരിശ്രമിച്ചിരുന്നു, സമയം ചിലവഴിച്ചിരുന്നു. അപ്പോൾ ഈ സൃഷ്ടിച്ചു വച്ചതെല്ലാം അത്ര പെട്ടെന്ന് നഷ്ടപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. അതിനാൽ തൻ്റെ ഈ ഒരു ലോകത്തിൽ നിന്നും അഖാങ്കയെ നീക്കം ചെയ്യണം എന്നുള്ളത് ഏക പരിഹാരമായി അവന് തോന്നി. അതുപോലെ തന്നെ ആ ക്രൂരനായ മനുഷ്യന്റെ ഇരയായി അവൾ മാറി. ഉഥാന്തിനെ കുറിച്ച് പറയണമെങ്കിൽ അവൻ ഒരുപാട് ക്രൈം ഷോസ് ഒക്കെ കാണുമായിരുന്നു. അടുത്തതായി എന്ത് ചെയ്യണമെന്നുള്ള ആശയം അവൻ അവിടെ നിന്നാണ് ലഭിച്ചത്. അഖാങ്കയെ കൊന്നിട്ട് ഒരു വലിയ ശവപ്പെട്ടിക്കുള്ളിൽ ആ മൃതദേഹം അടച്ചു. എന്നിട്ട് അതിനു മുകളിൽ സിമന്റ് ഒഴിച്ച് അത് സ്വന്തം വീടിന്റെ നടുവിൽ ഭയാനകമായ ശവക്കുഴിയാക്കി മാറ്റുക. പക്ഷേ ഉഥാൻ ദാസ് അതോടുകൂടി അവസാനിപ്പിച്ചില്ല. ആർക്കും സംശയം തോന്നാതിരിക്കാൻ അയാൾ അഖാങ്കയുടെ ATM കാർഡും ഫോണും ഉപയോഗിച്ചു. അവളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് അവളുടെ മാതാപിതാക്കൾക്ക് അവളാണെന്ന് നടിച്ച് സന്ദേശം അയച്ചു. ഞാൻ കുറച്ച് ട്രെയിനിങ്ങിനായി US എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ച് അവരെ വിശ്വസിപ്പിച്ചു. ഇനി മാതാപിതാക്കൾ അവളെ വിളിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഞാനിപ്പോൾ ബിസിയാണ്, സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ്
അവളുടെ പേരിൽ അവനിങ്ങനെ മറുപടി നൽകിക്കൊണ്ടിരുന്നു. അവളെ കുഴിച്ചിട്ട് അതേ വീട്ടിലിരുന്നു കൊണ്ടാണ് അവൻ ഈ ഭയാനകമായ പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്തത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അഖാങ്കയെ കുഴിച്ചിട്ട് അതേ വീടിനുള്ളിൽ തന്നെ ജീവിക്കുന്നത് എത്ര ഭയാനകമായിരിക്കും. പക്ഷെ അവന് നാണമില്ല, ഭയമില്ല. ഒരു തരം നിശബ്ദമായ ഭയം മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അടുത്തവൻ ചെയ്തത്, അഖാങ്കയെ കൊന്ന് 2 മാസത്തിന് ശേഷം ഉദാന്ത് അവളുടെ മാതാപിതാക്കളെ പശ്ചിമ ബംഗാളിലെ ബംഗോറയിൽ തന്നെ കാണാൻ വരണമെന്ന് ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ അന്ന് അങ്ങനെ പോയിരുന്നെങ്കിൽ തങ്ങളെയും അവൻ കൊല്ലുമായിരുന്നുവെന്ന് പിന്നീട് ആ മാതാപിതാക്കൾ പറഞ്ഞു. അഖാങ്കയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഉദയ് 1 ലക്ഷം രൂപ പിൻവലിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെ വളരെ മോശമായി മാറിക്കൊണ്ടിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും അഖാങ്കയിൽ നിന്ന് മാതാപിതാക്കൾക്ക് യാതൊരു വിവരവും ലഭിക്കാതെ വന്നു. ഈ സമയം മാതാപിതാക്കൾ അവളെ കാണാനില്ല എന്ന ഒരു പരാതി നൽകി. ഒരു ബന്ധു മുന്നോട്ട് വന്നിട്ട് അഖാങ്കയുടെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ പിൻവലിച്ചുവെന്നും അത് പിൻവലിച്ചത് ഉദയതാണെന്നും പറഞ്ഞു. പണത്തിന് വേണ്ടി ആയിരിക്കാം അവളെ കൊന്നത് എന്ന ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. പരാതി ലഭിച്ചപ്പോൾ പശ്ചിമ ബംഗാൾ പോലീസ് അഖാങ്കയുടെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു. കണ്ടെത്തിയ വിവരം അവളുടെ കുടുംബത്തെ മുഴുവനും ഞെട്ടിപ്പിച്ചതായിരുന്നു. അവളുടെ അവസാനത്തെ ലൊക്കേഷൻ കാണിച്ചത് ഭോപ്പാൽ സാക്കറ്റ് എന്ന സ്ഥലമായിരുന്നു. ആ സമയമായിരുന്നു ആ അച്ഛന് സത്യം മനസ്സിലായത്. മകൾ US പോകുന്നുവെന്ന് കള്ളമാണ് പറഞ്ഞത്. അവൾ ഭോപ്പാലിൽ ഉദയത്തിനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ആദ്യം പോലീസ് കരുതിയത് അഖാങ്ക അവളുടെ കാമുകനൊപ്പം ഒളിച്ചോടിയതായിരിക്കുമെന്ന്. അതിനാൽ അവർ ആ സമയം അത് ഗൗരവമായി എടുത്തില്ല. എന്നാൽ പിന്നീട് ജനുവരി 5 അവളുടെ അച്ഛൻ മറ്റൊരു പരാതി നൽകി. ഇത്തവണ ഉദയദാസ് തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് പോലീസ് ഈ ഒരു കേസ് ഗൗരവമായി അന്വേഷിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം എല്ലാവരുടെയും ശ്രദ്ധ ഉദയദാസിന്റെ വീടിനുള്ളിലെ ഈ സിമന്റ് ഘടനയിലേക്ക് തിരിഞ്ഞു. ഡ്രില്ലുകളും മറ്റു ഭാരമേറിയ ഉപകരണങ്ങളും ഉപയോഗിച്ച് പോലീസ് അത് പൊളിച്ചു. അത് തുറക്കാൻ തീരുമാനിച്ചു. അത് പൊട്ടിക്കാൻ തന്നെ ഏകദേശം 3 മണിക്കൂർ എടുത്തു. അത് പൊട്ടിച്ച് അകത്ത് കണ്ടെത്തിയത് എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. ഒരു ലോഹപ്പെട്ടി. ആ പെട്ടി തുറന്നപ്പോൾ അതിനുള്ളിൽ കുഴിച്ചിട്ട ശരീരം കണ്ടെത്തി. 6 മാസമായി അവളെ അവിടെ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഉദയത്തിനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു. എന്നാൽ കഥ അതോടുകൂടി അവസാനിച്ചില്ല. ചോദ്യം ചെയ്യലിൽ ഉദയ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കുറ്റസമ്മതം നടത്തി. ഈ ഒരു ഭാഗം വരെയും വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. ഉദയത്തിന്റെ കുറ്റസമ്മതം കേട്ടപ്പോൾ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞത് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അവന്റെ കുറ്റസമ്മതം കേട്ട ഉടൻ തന്നെ പോലീസ് അവനെയും കൊണ്ട് ഭോപ്പാലിൽ നിന്നും നേരെ ഛത്തീസ്ഗഡിലെ റായൂരിലേക്ക് പോയി. റായൂരിൽ എത്തിയപ്പോൾ ഉദയ് ഒരു വീടിനെ നോക്കി വിരൽ ചൂണ്ടി. പോലീസ് ഉടനെ ആ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയതും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവിടെ മുഴുവനും കുഴിക്കാൻ തുടങ്ങി. ആദ്യം ഒന്നും കണ്ടെത്തിയില്ല. 8 അടിയോളം കുഴിച്ചു. കൂടുതൽ ആഴത്തിൽ കുഴിച്ചപ്പോൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട എന്തോ ഒന്ന് കണ്ടെത്തി. അവർ കണ്ടെത്തിയ കാര്യങ്ങൾ പോലീസിനെ സ്തബ്ധരാക്കി. അവിടെ 2 അസ്ഥിക്കൂടം ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഉദയത്തിന്റെ സ്വന്തം മാതാപിതാക്കളായിരുന്നു അത്. അതെ, ഉദയ് തന്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊന്ന് സ്വന്തം വീട്ടിൽ തന്നെ കുഴിച്ചിട്ടു. എന്തുകൊണ്ടാണ് ഇത്രയും ഭയാനകമായ കാര്യം ചെയ്തതെന്ന് പോലീസ് അവനോട് ചോദിച്ചപ്പോൾ അവൻ സത്യം പറഞ്ഞു. ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ കർശനമായ രക്ഷാകർതൃത്വം, ആഴത്തിലുള്ള ഏകാന്തതയും കാരണം ഉദയത്തിന്റെ ജീവിതം പതിയെ തകർന്നുകൊണ്ടിരുന്നു. സ്കൂൾ വരെയും നല്ല വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നതോടെ എല്ലാം മാറി. പെട്ടെന്നൊരു വഴിത്തിരിവ് സംഭവിച്ചു. തെറ്റായ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ അവൻ ഇടപെട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ഇക്കാരണത്താൽ പഠനത്തിൽ താല്പര്യം നഷ്ടപ്പെട്ടു. ഗ്രേഡുകൾ കുറയാൻ തുടങ്ങി. വീട്ടിൽ എപ്പോഴും അവനെ ശകാരിക്കാനും അപമാനിക്കാനും തുടങ്ങി. സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഉദയത്തിന് താനൊരു ഉപയോഗശൂന്യനാണെന്നും വല്ലാതെ നിരാശയും തോന്നി തുടങ്ങി. ഉദയത്തിന് അത് സഹിക്കാനേ സാധിച്ചില്ല. തന്നെ ടോർച്ചർ ചെയ്യുന്ന ഈ മാതാപിതാക്കളെ തൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റിയാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ 2010 അവൻ തൻ്റെ മാതാപിതാക്കളെ കൊന്നു. കൊലപാതകത്തിന് ശേഷം അവരുടെ മൃതദേഹം മറയ്ക്കാൻ അവനൊരു വഴി ആവശ്യമായിരുന്നു. അങ്ങനെ വീടിനടുത്ത് ജോലി ചെയ്തിരുന്ന ഒരു നിർമ്മാണ തൊഴിലാളിയെ വിളിച്ച് സെപ്റ്റിക് ടാങ്കിനായി ഒരു കുഴിയെടുക്കാൻ പറഞ്ഞു. ആദ്യം അയാൾ അത് വിസമ്മതിച്ചു. പക്ഷേ ഉദാന്ത് സാധാരണ വിലയുടെ 3 ഇരട്ടി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അത്യാഗ്രഹിയായ തൊഴിലാളി പിന്നൊന്നും ചിന്തിച്ചില്ല, സമ്മതിച്ചു. പിൻമുറ്റത്ത് അവൻ 8 അടി ആഴമുള്ള ഒരു കുഴിയെടുത്തു. രാത്രി വളരെ വൈകി ആരും കാണാത്തപ്പോൾ ഉദാന്ത് 2 മൃതദേഹങ്ങളും കുഴിയിലേക്കിട്ട് രാവിലെയോടെ അത് മൂടി. മാതാപിതാക്കളെ എങ്ങനെയാണ് നീ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം അവൻ്റെ അച്ഛൻ മാർക്കറ്റിൽ പോയിരുന്നു. അമ്മ വീട്ടിൽ തനിച്ചായിരുന്നു. അത് ശരിയായ സമയമാണെന്ന് അവൻ കരുതി. ഒന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിശബ്ദമായി അവൻ പിന്നിൽ നിന്നും വന്ന് അമ്മയുടെ തലയിൽ അടിച്ചു.
അമ്മ നിലത്ത് വീണപ്പോൾ അവൻ കഴുത്ത് ഞെരിച്ചു കൊന്നു. അതിനുശേഷം അമ്മയുടെ മൃതദേഹം ഒരു മുറിയിൽ ഒളിപ്പിച്ചു. പിന്നീട് അച്ഛൻ മാർക്കറ്റിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അമ്മ എവിടെയെന്ന് ചോദിച്ചു. അമ്മ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്ന് അവൻ അച്ഛനോട് കള്ളം പറഞ്ഞു. പിന്നെ അച്ഛന് അവൻ ഒരു കപ്പ് ചായ കൊടുത്തു. അതിൽ ഇതിനകം ഉറക്കഗുളിക കലർത്തിയിരുന്നു. ചായ കുടിച്ചതിനു ശേഷം അച്ഛൻ പതുക്കെ അബോധാവസ്ഥയിലായി താഴെ വീണു. അമ്മയെ പോലെ തന്നെ അച്ഛനെയും കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. എല്ലാം ശ്രദ്ധാപൂർവം ചെയ്ത ശേഷം ഉദാന്ത് റായ്പൂരിലെ തന്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. അതിനായി അമ്മയുടെ ഒരു വ്യാജ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ആ രേഖ ഉപയോഗിച്ച് 31 ലക്ഷം രൂപയ്ക്ക് വീട് വിറ്റു. പിന്നീട് ബാലിയിൽ ഒരു പുതിയ വീട് വാങ്ങി അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ 2010 തന്നെ അവൻ മാതാപിതാക്കളെ കൊന്നോ? പിന്നെ 2017 വരെയും അവൻ എങ്ങനെയാണ് സ്വതന്ത്രനായി ജീവിച്ചത്? അവരെ കാണാതായതൊന്നും ആരും ശ്രദ്ധിച്ചില്ല എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഫേസ്ബുക്കിലൂടെ അഖാങ്ക ജീവനോടെ ഉണ്ട് എന്ന് അവൻ എങ്ങനെയാണോ എല്ലാവരെയും വിശ്വസിപ്പിച്ചത്, അത് തന്നെ ഇവിടെയും ചെയ്തു. തന്റെ മാതാപിതാക്കൾ വിദേശത്താണ് താമസിക്കുന്നത് എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ അവൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു. അവന്റെ സുഹൃത്തുക്കളും അയൽക്കാരും അത് വിശ്വസിച്ചു. എന്നാൽ അവന്റെ ബന്ധുക്കളുടെ കാര്യമോ? ശരി, ഉദാന്തിന്റെ മാതാപിതാക്കൾ വളരെ നിശബ്ദരായിരുന്നു. അവർ ആരോടും അധികം സംസാരിച്ചിരുന്നില്ല, അയൽക്കാരോട് പോലും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതൊന്നും ആർക്കും വളരെ വിചിത്രമായി തോന്നിയിട്ടുണ്ടാകില്ല. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഉദൈത് അഖാങ്കയെ കൊന്നതിന് മറ്റൊരു കാരണവും പറയുന്നുണ്ട്. ഒരു ദിവസം അവന്റെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ അഖാങ്ക അവന്റെ അലമാരയിൽ നിന്നും ഒരു വ്യാജ പാസ്പോർട്ട് കണ്ടെത്തി. അതോടൊപ്പം അവന്റെ അമ്മയുടെ വ്യാജ മരണ സർട്ടിഫിക്കറ്റും കണ്ടെത്തി. അപ്പോഴാണ് അവൾക്ക് ആ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ മനസ്സിലായത്. ഉദാന്ത് മാതാപിതാക്കളെ കൊന്നുവെന്ന്. ഇതെല്ലാം അവൾ പുറത്ത് പറയുമെന്ന് ഭയന്നാണ് ഉദാന്ത് അവളെയും കൊന്നത്. പിന്നീട് അന്വേഷണത്തിനിടെ ഡോക്ടേഴ്സ് പറഞ്ഞത് അവന് മാനസികാരോഗ്യ വൈകല്യമുണ്ടെന്നാണ്. എല്ലാ തെളിവുകളും വ്യക്തമായും അവനെതിരെ ആയതുകൊണ്ട് തന്നെ കോടതി ഉദാന്തിന് ജീവപര്യന്തം തടവ് വിധിച്ചു. ഒരു മകൻ എങ്ങനെയെല്ലാം ആകരുത് എന്നുള്ളതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഈ ഒരു കേസ്. മാതാപിതാക്കളും എങ്ങനെയെല്ലാം ആകരുത് എന്നതിൻ്റെയും ഒരു മികച്ച ഉദാഹരണം തന്നെയാണ് ഈ ഒരു കേസ്. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസിനെക്കുറിച്ചും കേസുകളെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.